കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്നോടുള്ള നിന്റെ സ്നേഹം തുറന്നു പറഞ്ഞപ്പോ എന്റെ മുഖം നീ കണ്ടില്ലായിരുന്നോ? ആ സന്തോഷം കണ്ടിട്ട് നിനക്കൊട്ടും സന്തോഷായില്ലേ? സന്തോഷമുണ്ട് ദേവേട്ട. പക്ഷെ അത് എത്രമാത്രം? ഇത് നമുക്കിടയിൽ മാത്രമുള്ളിടത്തോളം കാലം മൂന്നാമതൊരാൾ ഇത് അറിഞ്ഞാലോ, ഈ കുടുംബത്തിലുള്ള ആരെങ്കിലും ഇത് അറിഞ്ഞാലോ, ആ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഇതെല്ലാം തീരെ വേദനയായി മാറും. ഇത് മറ്റാരെയാ സന്തോഷിപ്പിക്കുക? ദേവേട്ടന്റെ ഭാര്യയായ എന്റെ അനുജത്തി സന്തോഷിക്കോ? എന്റെ സ്വന്തം അച്ഛനും അമ്മയും സന്തോഷിക്കോ? ഇവിടെ ദേവേട്ടന്റെ അച്ഛനും അമ്മയും സന്തോഷിക്കോ? നമുക്ക് രണ്ടുപേർക്കും അല്ലാതെ മറ്റെല്ലാവർക്കും ഇത് വേദന മാത്രമല്ലേ സമ്മാനിക്കൂ ദേവേട്ട? നമ്മളെ സ്നേഹിക്കുന്നവരെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സന്തോഷവും നമുക്ക് വേണ്ട ദേവേട്ട. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും തെറ്റാണ്. ഒരിക്കലും അല്ല വൈദേഹി. ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെയാണ് തെറ്റ്. നിന്നെയാണ് ഞാൻ സ്നേഹിച്ചത്, നിന്നെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഞാൻ പോലും അറിയാതെ നിന്റെ അനിയത്തിയുടെ കഴുത്തിൽ താലി കെട്ടുകയായിരുന്നില്ലേ? അതാണ് തെറ്റ്. തെറ്റോ ശരിയോ ആവട്ടെ, എന്നാലും അതല്ലേ സംഭവിച്ചത്. അപ്പൊ അതാണ് വാസ്തവം. എന്റെ അച്ഛൻ എന്നെ എത്രമാത്രം വിശ്വസിച്ചിട്ടായിരിക്കും ഈ വീട്ടിലേക്ക് അയച്ചത്. ദേവേട്ടന്റെ അച്ഛൻ അതിലേറെ വിശ്വാസത്തോടെയാ എന്നെ ഇവിടെ താമസിപ്പിച്ചത്. അവരെ ചതിക്കുന്നതാ തെറ്റ്. അതുപോലെ ഇപ്പൊ ദേവേട്ടനും സ്വന്തം കുടുംബത്തെ നിഷേധിച്ച് എന്നോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അന്യായമല്ലേ? ഞാൻ ആരോടും ഒരു അന്യായവും കാണിക്കുന്നില്ല വൈദേഹി. എന്റെ പ്രണയത്തോട് നീതി പുലർത്താനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. കണ്ട നാൾ മുതൽ എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. ശ്രേയ ഇല്ലേ ഇല്ല. ഈ കാര്യം നിനക്കെന്തുകൊണ്ടാ മനസ്സിലാവാത്തത് വൈദേഹി? അതെ, സുഖമില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് ആളെ കാണാനില്ല. നിങ്ങൾ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്ത് അറിയിക്കണേ. അമ്മേ, അറിയാവുന്നവരെല്ലാം വിളിച്ചു നോക്കി, ആർക്കും ഒരു വിവരവും ഇല്ല. എന്റെ കുഞ്ഞ് എവിടെ പോയതായിരിക്കും? ഫോണ് പോലും ഓഫ് ചെയ്ത് വെച്ചേക്കുവാണല്ലോ. നല്ലൊരു ദിവസമായിട്ട് പൂജ നടക്കുന്ന സമയത്ത് എന്റെ മോൻ എന്താ പറ്റി? കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് അവന്റെ ഭാര്യ വ്രതം എടുത്തത്. എന്നിട്ടും എന്ത് ഈ അപശകുനം? ഭക്തിയും പൂജയും ഒക്കെ ഒരുപാട് അങ്ങ് കൂടിപ്പോയെന്ന് തോന്നുന്നു അമ്മേ. കുറച്ചു മുമ്പ് പ്രേതം കയറിയ പോലെ വലിയ പ്രകടനമായിരുന്നല്ലോ. ബിൽഡപ്പ് ഒക്കെ നന്നായിരുന്നു. എവിടെ ഇപ്പം കാണിച്ച്? എവിടെയോ ഇരിക്കുന്ന നിന്റെ ഭർത്താവിനെ ഇപ്പൊ ഇങ്ങോട്ട് വരുത്തിച്ച്. വല്ലാത്തൊരു പണിയായിപ്പോയി അച്ഛമ്മ. എനിക്കെന്തോ ഉപകാരം ചെയ്യാനാന്ന് പറഞ്ഞിട്ട് നാണം കെടുത്തി കളഞ്ഞല്ലോ. എന്താ ആലോചിക്കുന്നു? കണ്ണകി സാവിത്രി ദേവിയൊക്കെ എവിടെ പോയി? ഊർമിളെ, ദേവനെ കാണാതെ ഇവിടെ എല്ലാരും വിഷമിച്ചിരിക്കുമ്പോഴാണോ നിന്റെ ഓരോ പ്രകടനങ്ങള്? പ്രകടനം കാണിച്ചത് ഞാനല്ലല്ലോ എന്തു അമ്മേ, ഈ കുഞ്ഞു മരുമോളല്ലേ. അമ്മേ, ദേവേട്ടന്റെ ഫോണാ മേലെ മുറിയിലുണ്ടായിരുന്നു.
ദൈവം പുറത്തു പോയപ്പോ ഫോൺ കൊണ്ടുപോയില്ലായിരുന്നോ? എവിടെയോ എന്തോ പാളിയിട്ടുണ്ടല്ലോ. നമ്മളായിട്ട് ഓരോന്നും വെറുതെ ചിന്തിച്ചു കൂട്ടുന്നത് എന്തിനാ? ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുത്താ അവരെന്തായാലും കണ്ടുപിടിക്കില്ലേ? ആ, അതും ശരിയാ. എന്നാ പിന്നെ പോലീസിനെ വിളിച്ചേക്കാം. അജയൻ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ. പുറത്തുപോയ ആളെങ്ങനെയാ ഫോൺ വീട്ടിൽ വെച്ചിട്ട് പോവുക? അപ്പൊ ദേവൻ പുറത്തു പോയിട്ടില്ലേ? വൈദേഹിയും കാണുന്നില്ലല്ലോ. പെട്ടെന്നാണല്ലോ ആൾ അപ്രത്യക്ഷയായത്. ദേവേട്ടൻ എന്താ അവസ്ഥകൾ മനസ്സിലാക്കാത്തത്? കല്യാണം കഴിച്ച് ദേവേട്ടൻ ഇപ്പൊ ഒരു കുടുംബമുണ്ട്. അതൊക്കെ മറന്നിട്ട് പ്രേമത്തെ കുറിച്ച് സംസാരിച്ചിട്ട് എന്താ കാര്യം? അതെയോ? എന്നെ മറന്നിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റുമോ? ഷൂ, എന്റെ ദേവേട്ടാ. ഈ കാര്യത്തെക്കുറിച്ച് ഇനി ഒരു തർക്കത്തിന് ഞാനില്ല ദേവേട്ടാ. അതിരിക്കട്ടെ, എന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞ വ്രതം പൂർത്തിയാക്കാന്ന് പറഞ്ഞതല്ലേ. ഇപ്പൊ എല്ലാം കേട്ട് കഴിഞ്ഞല്ലോ. ദേവേട്ടനെ കാണാനില്ലെന്നും പറഞ്ഞ് താഴെ എല്ലാവരും പേടിച്ചിരിക്ക. ഒന്ന് താഴോട്ട് ചെന്ന് എല്ലാവരും ഒന്ന് സമാധാനിപ്പിക്ക. എന്നിട്ട് വല്ലതും കഴിച്ച് ഉപവാസം അവസാനിപ്പിക്ക. ഉപവാസം പൂർത്തിയാക്കാം, പക്ഷെ താഴെ വെച്ചല്ല. നിന്നോടൊപ്പം ഞാൻ ഈ ഉപവാസം പൂർണ്ണമാക്കാം. അതെങ്ങനെ നടക്കും ദേവേട്ടാ? ദേവേട്ട ശ്രേയയോടൊപ്പം പൂജാ മണ്ഡപത്തിൽ ഇരുന്ന് അവിടുത്തെ പ്രസാദം കഴിച്ചുകൊണ്ട് വേണം ഉപവാസം അവസാനിപ്പിക്കാൻ. ഞാൻ ഈ ഉപവാസം തുടങ്ങിയത് നിന്നോടൊപ്പം, നിനക്ക് വേണ്ടി മാത്ര. അത് നിന്നോടൊപ്പേ പൂർണ്ണമാവൂ. അതുകൊണ്ട് നീ കുറച്ചു നേരം കഴിഞ്ഞ് ആ ഗാർഡനിലേക്ക് വന്നേക്ക്. ഞാൻ വരില്ല. ഞാൻ ഇപ്പൊ തന്നെ താഴെ ചെന്ന് ദേവേട്ടൻ മോളിലുണ്ടെന്ന് എല്ലാവരോടും പറയാൻ പോവാ. അപ്പൊ അമ്മയും ഇന്ദുഅമ്മയും കൂടി ദേവേട്ടനെ കൊണ്ടുപോയി ശ്രേയയോടൊപ്പം ഇരുത്തി അവര് തന്നെ ഈ ഉപവാസം അവസാനിപ്പിച്ചോളും. വൈദേഹി, ദേവേട്ടാ, 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 എഴുന്നേക്ക് ദേവേട്ടാ, ദേവേട്ടാ, എഴുന്നേക്ക് ദേവേട്ടാ, ദേവേട്ടാ, അയ്യോ ദേവേട്ടാ, ദേവേട്ടാ, ഒന്ന് എഴുന്നേക്ക് ദേവേട്ടാ, എഴുന്നേക്ക് ദേവേട്ടാ, ദേവേട്ടന് എന്താ പറ്റിയ? എഴുന്നേക്ക്, അയ്യോ ദേവേട്ടാ, 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 എഴുന്നേക്ക് ദേവേട്ടാ, ദേവേട്ടാ, കണ്ണ് തുറക്ക് ദേവേട്ടാ, കണ്ണ് തുറക്കരുത് ദേവേട്ടാ, ദേവേട്ടാ, കണ്ണുറക്ക് ദേവേട്ടാ, കണ്ണുറക്ക് ദേവേട്ടാ, അയ്യോ ദേവേട്ടാ.
അജയ, ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ എനിക്ക് പറ്റുന്നില്ലടാ. എന്റെ മോൻ ഇപ്പൊ എവിടെയാണെന്ന് ആർക്കറിയാം? നമുക്ക് തന്നെ ഒന്ന് പോയി നോക്കിയാലോ? അതിന്റെ ഒന്നും കാര്യമില്ലമ്മേ. ദേവൻ എത്തിയോ മോളെ? എവിടെ എവിടെയവൻ? ദേവനിങ്ങ എത്തിക്കോളൂ അമ്മേ. അതുവരെ ഞാനേ നിങ്ങളെ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണിച്ചു തരാം. റിലാക്സ്ഡ് ആയിട്ട് കാണണേ. ഊർമിളെ, ഞങ്ങൾ ഇവിടെ മുള്ളേ നിൽക്കുക. അപ്പോഴാണോ നിന്റെ വീഡിയോ? നീ എന്താ ഞങ്ങളെ കളിയാക്കുവാ? അയ്യോ എന്റെ ഇന്ദുവമ്മേ, ഇന്ദുവമ്മ ഒന്ന് ഈ വീഡിയോ കണ്ടു നോക്ക്. ഇന്ദുവമ്മയുടെ പേടിയൊക്കെ പറന്നു പോവും. പക്ഷെ കണ്ടതിന് ശേഷം വേറൊരു പേടി തുടങ്ങും കേട്ടോ. പക്ഷെ ഇതിനേക്കാളും അത് തന്നെയാ ബെറ്റർ. അമ്മയും കൂടി കാണണം. ഊർമിളെ, എന്താ ഇത്? ഒന്ന് ക്ഷമിക്കണ്ട അമ്മേ. അമ്മയൊന്ന് കാണ്. കണ്ടാ പിന്നെ ആരോടും ഒന്നും ചോദിക്കില്ല. അങ്ങനെയല്ല ചേട്ടാ. ദേവൻ ചേട്ടൻ പ്രണയിച്ചത് ശ്രേയ ചേച്ചിയല്ല, വൈദേഹി ചേച്ചിയെ മാത്രമാണ്. ഊർമിളെ, ആ? നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഒന്ന് അകത്തേക്ക് വാ. ഇപ്പൊ ഇത്ര അർജന്റായിട്ട് കേൾക്കാനുള്ള ഒരു കാര്യവും നമ്മൾ തമ്മിലില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ സംസാരിച്ചാ മതി. അമ്മ ഇതൊന്ന് കാണ്. ഊർമിളെ, പറയുന്നത് മനസ്സിലാവുന്നില്ലാന്നുണ്ടോ? നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ തന്നെ അകത്തേക്ക് വന്നേ പറ്റൂ. എന്താ അജയന് പറയാനുള്ളത്? അതിനേക്കാളും പ്രാധാന്യം ഈ വീഡിയോയ്ക്കുണ്ടെന്ന് അജയൻ അറിയാഞ്ഞിട്ടാ. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. നീ ആദ്യം എന്റെ കൂടെ വന്നേ. എന്താടാ അജയ? അവളെന്തു പ്രധാനപ്പെട്ട വീഡിയോ ആണെന്നല്ലേ പറഞ്ഞ്? അതിനു മുമ്പ് നിനക്ക് എന്തെത്ര പറയാനുള്ളത്? ദേവനെ കാണുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണോ നിങ്ങളുടെ ഈ വഴക്ക്? ദേവനെ ഓർത്ത് അമ്മ അത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ദേവൻ ഒന്നും പറ്റിയിട്ടില്ല. അവനിങ് എത്തിക്കോളും. അതിനേക്കാളും പ്രാധാന്യമുള്ള കാര്യമോ എനിക്കിപ്പോ അവളോട് പറയാനുള്ളത്. അവസാനമായിട്ട് നിന്നോട് പറയാ, എന്റെ കൂടെ വരുന്നുണ്ടോ? പറയാനുള്ളതൊക്കെ ഇവിടെ വെച്ച് തന്നെ അങ്ങ് പറഞ്ഞോ. അത് ഞാൻ തീരുമാനിച്ചോളാം. നിന്നോട് എനിക്ക് പറയേണ്ടത്. എന്നിട്ട് നിനക്ക് എല്ലാവരോടും പറയണമെന്നാണെങ്കിൽ അപ്പൊ ഞാൻ തന്നെ പറഞ്ഞോളാം. എന്താ അജയ നിന്റെ പ്രശ്നം? എന്താ കാര്യം എന്ന് പറ. ഞങ്ങൾ അറിയാൻ പാടില്ലാത്ത എന്തുള്ളേ? അമ്മേ, ഇത് തൽക്കാലം എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയാൻ പറ്റില്ല. നീ അകത്തേക്ക് വാ ഊർമിളെ. എന്താ നീ നോക്കി നിൽക്കുന്നേ? അവന് പറയാനുള്ളത് പോയി കേൾക്ക്. ചെല്ല്. ഇന്ന് സാവിത്രി പൂജയായിട്ടെങ്കിലും ഭർത്താവ് പറയുന്നൊന്ന് കേൾക്കാൻ നോക്ക്. വാ. വീട് ഞാൻ വന്നോളാം. വാതിൽ കുറ്റിയിട്. അവളെന്തോ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ കാണിച്ചേ? ഫോൺ ലോക്കായി പോയില്ലമ്മേ. എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? പറ അജയ, എന്താ അജയന് പറയാനുള്ളേ? രഹസ്യമായിട്ട് സംസാരിക്കാനും മാത്രം അത്രയ്ക്ക് എന്ത് ആനക്കാരിയാ നമുക്കിടയിലുള്ളത്? അവിടെ അത്രയും പേരുടെ മുന്നിൽ വെച്ച് രഹസ്യമായിട്ട് എന്തൊക്കെയോ പറയണമെന്നും പറഞ്ഞ് കയ്യെ പിടിച്ച് വലിക്കാനും മാത്രം അത്രയ്ക്ക് നാണമില്ലാണ്ടായോ നിങ്ങൾക്ക്? മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് പോലും ആലോചിച്ചില്ലേ? ആരായി പറയുന്നേ? നീ എന്ന് തൊട്ടാണാവോ മറ്റുള്ളവരുടെ ചിന്തയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയത്? ആദ്യം കാര്യം എന്താണെന്ന് പറയാ ജയ.
ഇത് കഴിഞ്ഞു വേണം എനിക്ക് അപ്പുറത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ. ആ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നും അവിടെ നീ എന്താണ് കാണിക്കാൻ ശ്രമിച്ചതെന്നും എല്ലാം മനസ്സിലാക്കി തന്നെ ഞാൻ അങ്ങോട്ട് വിളിപ്പിച്ചേ. അപ്പോ ഞാൻ എന്താ ഷൂട്ട് ചെയ്തതെന്ന് കാണാതെ പറയാനും മാത്രം ദിവ്യദൃഷ്ടിയുണ്ടോ അജയന്? കാല് പോലും അനക്കാൻ പറ്റാത്ത ആള് നിരങ്ങിയാണോ മേളിലോട്ട് വന്ന്? അതോ വെറുതെ ഇരുന്ന് വല്ല മാജിക്കും പഠിച്ചോ? നീ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ മാജിക്കിന്റെ ആവശ്യമൊന്നുമില്ല. നിന്റെ സ്വഭാവം എന്നെക്കാളും നന്നായി മറ്റാർക്കാ അറിയുന്നത്? ആ വീഡിയോയിൽ എന്താന്നുള്ളത് ഊഹിച്ചെടുക്കാൻ സാധിച്ചെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരത്തെ അറിയാമെന്നർത്ഥം. നിങ്ങളുടെ ദേവന്റെയും വൈദേഹിയുടെയും പ്രേമായനം മൊത്തം അജയനും അറിയാല്ലേ? എനിക്ക് മാത്രമേ ഈ കാര്യം അറിയൂ. വീട്ടിലെല്ലാരെയും ഒരു സെൻസേഷണൽ ന്യൂസ് അറിയിക്കാന്നാ ഞാൻ കരുതിയേ. അത് പൊളിഞ്ഞു പോയല്ലോ അജയ. എന്നാ ഇനി എന്തിനാ മടിക്കുന്നേ? നമുക്ക് 2 പേർക്കും കൂടി കാര്യം എല്ലാരോടും പറയാം. പെട്ടെന്ന് വാ. ഊർമിളേ, ഈ കാര്യം വീട്ടിൽ മറ്റാരും തന്നെ അറിയാൻ പാടില്ല. ആഹാ, ഇതാ ഇപ്പം നന്നായേ. നിങ്ങളുടെ അനിയനിവിടെ രഹസ്യമായി രാസലീലകൾ നടത്തും. മറ്റാരും അതറിയാതെ സ്വന്തം ചേട്ടനത് രഹസ്യമായി സൂക്ഷിക്കണം പോലും. അനാവശ്യം പറയരുത് ഊർമിളെ. അവരുടെ ബന്ധം പവിത്രമായതാണ്. ഒരാളെ കല്യാണം കഴിച്ചിട്ട് മറ്റൊരാളുമായുള്ള പ്രേമായനം പവിത്രമായതെങ്ങനെയാണ്? എന്നുവെച്ചാ നിങ്ങളുടെ അനുജൻ എന്ത് ചെയ്താലും അതെല്ലാം നിങ്ങൾക്ക് പവിത്രമാ. അവരുടെ കഥ നിനക്ക് അറിയാഞ്ഞിട്ടാ ഊർമിളെ. ആ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള യോഗ്യതയും നിനക്കില്ല. എന്തുകൊണ്ടില്ല?